कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे സുന്ദരമായ ഒരു പ്രകൃതിയെ, അതിൽ അതിസുന്ദരമായ ഒരു ജീവിതത്തെ, ഏറ്റവും മനോഹരമായ ജീവിത മുഹൂർത്തങ്ങളെ, സന്ദർഭങ്ങളെ അറിയുവാനും കാണുവാനും ഒപ്പം കഴിഞ്ഞുപോയ കാലത്തിൻ്റെ നന്മകൾ സ്വായത്തമാക്കുവാനുമൊക്കെ അവസരം നൽകുന്നതാണ് ഓരോ ദിവസവും. ഓരോ പ്രഭാതങ്ങളിലും നാം നമ്മിലെ തന്നെ ഉണർന്നിരിക്കുന്ന നമ്മുടെ പ്രചോദനങ്ങളെ, നമ്മുടെ പ്രേരണകളെ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഓരോ ദിവസവും വിജയിയാകുവാൻ, വിജയത്തിൻ്റെ പട്ടികയിലേക്ക് ഓരോ ദിവസത്തെയും ചേർത്ത് വയ്ക്കുവാൻ നമുക്കാകുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതവും അത്തരത്തിൽ ഏവർക്കും വിജയം വരിക്കുവാനുള്ളതാകട്ടെ എന്ന്, നമ്മിലെ എല്ലാ നന്മയും പൂർവികർ നമുക്ക് പകർന്നു തന്ന സകല നന്മകളും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ നിങ്ങളുടെ ഹൃദയമാണ് കോവിൽ. അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത്. നല്ല ചിന്തകളാണ് അവിടുത്തേക്ക് അർപ്പിക്കേണ്ട പുഷ്പങ്ങൾ. നല്ല പ്രവൃത്തികളാണ് പൂജ. നല്ല വാക്കുകളാണ് കീർത്തനം. പ്രേമമാണ് നൈവേദ്യം. അമ്മയുടെ വാക്കുകളിലൂടെ ഈശ്വര പൂജയുടെ മഹത്വം അറിയുവാൻ നമുക്കാകട്ടെ. ഉണ്ട്, സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വടക്കൻ കേരളത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നാം. കണ്ണൂരിലൂടെ, കാസർഗോഡിലൂടെ, തൃശ്ശൂരിലൂടെ അങ്ങനെ സഞ്ചാരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ശരിക്കും ഉദയാമൃതത്തിന് ഒരിക്കലും ദേശത്തിൻ്റെ അതിർത്തി ബാധിക്കുന്നേയില്ല.
എവിടെയാണോ നന്മയുടെ സങ്കേതങ്ങളുള്ളത്, എവിടെയാണോ പ്രകൃതി കാഴ്ചകൾ ഒരുക്കുന്നത്, എവിടെയാണോ ആരാധനാമൂർത്തികൾ ചൈതന്യമാകുന്നത്, അവിടെയൊക്കെ എത്തുവാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഉദയാമൃതത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഞ്ചാരം ഓരോ ദേശങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓരോ ദേശങ്ങളിലും അതിൻ്റെ ഗ്രാമ ചൈതന്യങ്ങളെ അറിയുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ തന്നെ കേരളത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കേരളത്തിൽ എല്ലാ ദേശങ്ങളിലും അതിൻ്റേതായ ഓരോരോ ചൈതന്യങ്ങൾ നമുക്ക് ഓരോ പ്രദേശത്തും എടുത്തു തന്നെ അറിയുവാനാകും. കൊട്ടിയൂർ ഭാഗത്തിനോട് ചേർന്ന് കിടക്കുന്ന മണത്തണ എന്ന ഗ്രാമത്തെ മനസ്സിലാക്കിയപ്പോൾ നാം മനസ്സിലാക്കിയൊരു ചൈതന്യം, അവിടെ ഒരു തലമുറ തങ്ങളുടെ ആചാരങ്ങളെ മുറുക്കെ പിടിച്ച് ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ആ മുറുക്കെ പിടിക്കലാണ്, അത് ഈശ്വര വിശ്വാസങ്ങളുമായി ചേർത്ത് വെച്ചതുകൊണ്ടാണ് ഇന്നും അതിന് മാറ്റമേതുമില്ലാതെ തുടരുന്നത്. കൊട്ടിയൂരിൻ്റെ പ്രത്യേകത അതൊരു വനഭൂമിയാണ് എന്നുള്ളതാണ്. വനഭൂമിയായിരുന്നാണ് ഒരു ഒട്ടുമിക്ക പ്രദേശങ്ങളും, പുഴയുടെ തീരത്തുള്ളതായിരുന്നു ഒട്ടുമിക്ക ഗൃഹങ്ങളും. അങ്ങനെ കേരളത്തിലെ ഓരോരോ കഥകൾ പറയുവാൻ ശ്രമിച്ച, കണ്ണൂരിന് പറയുവാനുള്ളത് ഓരോ രാജവംശത്തിൻ്റെയും പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രവും കുറിച്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനത്തിൻ്റെ കഥകളും ഒക്കെയാണ് എങ്കിൽ, കാസർഗോഡിന് അതുപോലെ കർണാടക സ്വാധീനമുള്ള ശിവപ്പ നായിഡു രാജാവിൻ്റെ ആക്രമണങ്ങളുടെ കാലവും അതുപോലെ തന്നെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഒക്കെയാണ് കാസർഗോഡിന് പറയാനുള്ളത്. അതിൽ കൂടുതലും കർണാടകയുടെ ഒരു സ്വാധീനം നിറഞ്ഞു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാം. എന്നാൽ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാനാകും. കോഴിക്കോടാകട്ടെ സാമൂതിരി രാജാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രങ്ങളും വിശ്വാസങ്ങളും ക്ഷേത്ര കാഴ്ചകളും കാണാനുണ്ട്. ഇങ്ങനെ ഓരോ ദേശത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചരിത്രത്തിന് ഒരു പ്രത്യേക ഘടകമുണ്ട്. ആ ഘടകവുമായി ചുറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഘടകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൈതന്യങ്ങളെ അറിയുകയാണ് നാം ഓരോ ചരിത്ര സ്മാരകത്തിലും ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഓരോ ദേശങ്ങളുടെ കഥകൾ പറയുമ്പോൾ ഈ കഥകളിൽ പലതരം ഭാവങ്ങളുണ്ട്. ഈ ഭാവങ്ങളിലെല്ലാം ആദിത്യൻ്റെ അനുഗ്രഹമുണ്ട്. ആദിത്യൻ്റെ അനുഗ്രഹം എന്ന് പറയാനൊരു പ്രധാന കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നത് ആദിത്യനാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസപ്രകാരം എല്ലാ പൂജകളും ആദിത്യനുള്ള പൂജയാണ്. ആദിത്യനെ പ്രാർത്ഥിച്ച് ആദിത്യന് നൽകുന്ന ആദിത്യൻ നൽകുന്ന നന്മകൾക്ക് നൽകുന്ന തിരിച്ചുള്ള ഒരു കടപ്പാടായിട്ടാണ് നാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കൃഷിയെ, നമ്മുടെ ആചാരങ്ങളെ എല്ലാം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആദിത്യൻ അനുഗ്രഹമാകുന്ന ഒരു പ്രദേശമുണ്ട് കേരളത്തിൽ. കോട്ടയം ജില്ലയിലാണ് ആ പ്രദേശം. കോട്ടയത്താണ് ആദിത്യപുരം സൂര്യക്ഷേത്രമുള്ളത്. എന്നാൽ അതല്ലാതെ മറ്റൊരു കാഴ്ച നമുക്ക് കാണാനുണ്ട്. ഈ കാഴ്ചയിൽ ആദിത്യൻ അനുഗ്രഹം അരുളുന്നതിനോടൊപ്പം തന്നെ വിഘ്നങ്ങളെല്ലാം തീർക്കുന്ന വിനായകൻ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ പഴമയുള്ള കഥകൾ, നമ്മുടെ മുത്തശ്ശി കഥകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാന്നിധ്യവും ചൈതന്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ആ കഥകൾ കേൾക്കുവാനായി നമുക്ക് കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന കാഴ്ചയിലേക്ക് ഇന്ന് സഞ്ചരിക്കാം. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി ധാരാളം നന്മയുള്ള കഥകൾ ചേർത്ത് വെച്ച ഒരു മുതിർന്ന തലമുറ, അവരുടെ ജീവിതം, സങ്കല്പങ്ങൾ, അതിലെ നന്മകൾ, പ്രകൃതിഭാവങ്ങൾ എല്ലാം കഥകളായി പുതിയ തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടേയിരുന്നു. അത്തരത്തിൽ ഒരു കഥയാണ് സൂര്യകാലടി മനയെക്കുറിച്ച് പറയാനുള്ളത്. കുമാരനല്ലൂർ ഗ്രാമത്തിൽ ഉൾപ്പെട്ട നെട്ടാശ്ശേരി എന്ന പ്രദേശത്തെ കാലടി എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇല്ലം ഇന്ന് സൂര്യകാലടി മന എന്നറിയപ്പെടുവാനിടയായ ഐതിഹ്യം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തന്റെ ഐതിഹ്യമാലയിൽ വിശദമായി പറഞ്ഞിരിക്കുന്നു. കേൾക്കാൻ രസമുള്ള ഒരു കഥയും ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും കൂടിയാണ് ഇത്. ഒരിക്കൽ കാലടിയിലെ ഒരു ഭട്ടതിരി അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ഒരു നമ്പൂതിരിക്കൊപ്പം തൃശിവപ്പേരൂർ പൂരം കാണാനായി പുറപ്പെട്ടു. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപത്തെത്തിയപ്പോഴേക്കും രാത്രി വല്ലാതെ വൈകിയിരുന്നു. അവിടെ ഒരില്ലത്ത് കയറി ഊണും സന്ധ്യാവന്ദനവും കഴിച്ച് പിന്നീട് അവിടെ നിന്ന് പുറപ്പെട്ട് യക്ഷിപ്പറമ്പ് എന്ന സ്ഥലത്തിന് സമീപത്തെത്തി. യക്ഷിപ്പറമ്പ് എത്തുന്നതിന് മുൻപ് തന്നെ 2 മനുഷ്യസ്ത്രീകളെ വഴിയിൽ കാണുകയും അവർ ഇനി അങ്ങോട്ട് യാത്ര പോകുന്നത് ശരിയാവുകയില്ല എന്നും യക്ഷിപ്പറമ്പിൽ ഭീകരരൂപിണികളായ യക്ഷികളുണ്ട് എന്നും തങ്ങളോടൊപ്പം തങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ ആ 2 സ്ത്രീകൾക്കൊപ്പം പോയ ഭട്ടതിരിയും നമ്പൂതിരിയും, അതിൽ ഭട്ടതിരി പിറ്റേന്നത്തെ പ്രഭാതം കാണുകയുണ്ടായില്ല. നമ്പൂതിരിയാകട്ടെ കയ്യിൽ ദേവീ മഹാത്മ്യം കരുതിയതുകൊണ്ട് രക്ഷപ്പെട്ടു. വന്ന ആ 2 സ്ത്രീകളും യക്ഷികളായിരുന്നു. യക്ഷിയാൽ വധിക്കപ്പെട്ട ഭട്ടതിരിയുടെ മകൻ എങ്ങനെയും ആ യക്ഷിയോട് പ്രതികാരം ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി
ഏറെ തന്ത്രങ്ങൾ പഠിക്കുകയും സൂര്യഭഗവാനെ തപസ്സു ചെയ്യുകയും ചെയ്തു. ആ ഭട്ടതിരിയുടെ തപസ്സിൽ സംപ്രീതനായ സൂര്യഭഗവാൻ ഒരു ഗ്രന്ഥം സമ്മാനമായി നൽകി. മാത്രമല്ല, സൂര്യഭഗവാനിൽ നിന്ന് ഭട്ടതിരിക്ക് ഉപദേശവും ലഭിച്ചു. സൂര്യഭഗവാനിൽ നിന്ന് അനുഗ്രഹമായി ലഭിച്ച ഗ്രന്ഥം ഒരു മന്ത്രവാദ ഗ്രന്ഥമായിരുന്നു. അങ്ങനെ ഭട്ടതിരി പ്രസിദ്ധനായ മന്ത്രവാദിയായി തീർന്നു. മന്ത്രവിദ്യയിൽ പ്രാഗൽഭ്യം നേടിക്കഴിഞ്ഞപ്പോൾ തന്റെ അച്ഛനെ ഭക്ഷിച്ച യക്ഷിയെ ശിക്ഷിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അതിനു വേണ്ടുന്ന ഹോമവും തുടങ്ങി. എന്നാൽ ഹോമത്തിൽ തന്നെ സംഹരിച്ചാൽ കൃത്യം 41-ാമത്തെ ദിവസം ഭട്ടതിരിയും മരിച്ചുപോകും എന്ന് യക്ഷി പറയുകയുണ്ടായി. അതൊന്നും വകവയ്ക്കാതെ തന്നെ ആ യക്ഷിയെ പിടിച്ച് ഹോമിക്കുകയും ചെയ്തു. യക്ഷി പറഞ്ഞതിൻപടി തന്നെ സംഭവിക്കുകയും ഭട്ടതിരി തിരുവാലൂർ ക്ഷേത്രസന്നിധിയിൽ മരണവെപ്രാളപ്പെട്ടതിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളുമൊക്കെ ഇന്നും ആ ക്ഷേത്രഭൂമിയിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. സൂര്യകാലടിമനയിലെ ഭട്ടതിരി ജീവിച്ചിരുന്നത് പള്ളിവാണ പെരുമാളുടെ കാലത്താണ് എന്നാണ് കരുതുന്നത്. അതായത് ഉദ്ദേശം കലിവർഷം 3400-നോടടുത്തായിരുന്നു ആ കാലം എന്ന് കരുതേണ്ടതുണ്ട്. സൂര്യഭട്ടതിരിയുടെ കാലം കഴിഞ്ഞിട്ടും ആ ഇല്ലത്തുള്ള ഭട്ടതിരിമാർ വളരെ തപശക്തിയുള്ളവരും വേദജ്ഞരും ശാസ്ത്രജ്ഞരും നല്ല മന്ത്രവാദികളുമായിരുന്നു. ഈ തറവാട് പൂജാകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾക്ക് സൂര്യൻ എന്ന് തന്നെയാണ് അന്നും ഇന്നും നാമം. ഇങ്ങനെ കഴിയുന്ന കാലത്ത് ഒരു വലിയ ജന്മിയുടെ വക ഒരു തെങ്ങിൻ തോട്ടത്തിൽ കാവലാളായി ഒരു മൂത്ത ചേകോനുണ്ടായിരുന്നു. മൂത്ത ചേകോൻ എന്നും ഉണക്കത്തേങ്ങ ചുട്ടെടുത്ത് കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ ചുട്ടെടുത്ത തേങ്ങ കഴിക്കാനായി ഒരു കുട്ടിയാന സ്ഥിരമായി മൂത്ത ചേകോനരികിൽ എത്തുകയും ഈ കുട്ടിയാനയെ ഒരിക്കൽ ഭട്ടതിരി കാണാനിടയാവുകയും ചെയ്തു. ഇത് സാധാരണ കുട്ടിയാനയല്ല എന്നും സാക്ഷാൽ ഗണപതി തന്നെയാണ് എന്നും മനസ്സിലാക്കിയ ഭട്ടതിരി ഒരു നെരിപ്പോടുണ്ടാക്കുകയും അതിൽ നാളികേരം ചുട്ടെടുത്ത് കുട്ടിയാനയ്ക്ക് നൽകുകയും കുട്ടിയാനയെ ഒപ്പം കൂട്ടുകയും ചെയ്തു. ഭട്ടതിരി ഇല്ലത്തെത്തിയപ്പോൾ കുട്ടിയാന സാക്ഷാൽ ഗണപതിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അദ്ദേഹം ആ ഗണപതിയെ തന്റെ മറ്റുള്ള തേവാരങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇന്നും സൂര്യകാലടിയിലെ ഭട്ടതിരിമാർക്ക് ഗണപതി പ്രത്യക്ഷമാണ് എന്ന് വിശ്വാസം. അക്കാലം മുതൽ അവിടെ എല്ലാവരും ഗണപതിയെ വേണ്ടുവണ്ണം സേവിച്ചുകൊണ്ടിരുന്നു. സമാവർത്തനം കഴിഞ്ഞാൽ പിന്നെ ആ ഇല്ലത്തുള്ള എല്ലാവരും ദിവസവും ഗണപതി ഹോമം കഴിക്കണമെന്നും ഇല്ലത്ത് തേവാരവും ഗണപതി ഹോമവും ഒരു ദിവസവും മുടങ്ങാതെ നടക്കേണ്ടതിലേക്കായി പുരുഷന്മാരിൽ ആരെങ്കിലും എന്നും ഇല്ലത്തുണ്ടായിരിക്കണമെന്നും ഏർപ്പാടുവച്ചു. ഇന്നും അതങ്ങനെ തന്നെ തുടർന്നു പോരുന്നുണ്ട്. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്രസന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. സൂര്യകാലടിമനയിലെ ഭട്ടതിരിയുമായി ബന്ധപ്പെട്ട അത്ഭുത കഥകൾ ഇനിയും ഏറെയാണ്. ഒരിക്കൽ ഭട്ടതിരി കോഴിക്കോട് താനത്തിനായിട്ട് പോയിരുന്നു. അവിടെ കൗണയാറിന്റെ വടക്കേക്കര വരെയുള്ളവർക്കല്ലാതെ ആർക്കും താനം പതിവില്ല. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം അന്ന് കൗണയാറിന്റെ തെക്കേക്കരയിൽ ആയിരുന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് താനം ചാർത്തുകയില്ല എന്ന് വഴക്കായി. അപ്പോൾ താനത്തിനായിട്ട് അത്രത്തോളം ചെന്നിട്ട് വെറുതെ പോരുന്നത് തനിക്ക് അപമാനമാണല്ലോ എന്ന് വിചാരിച്ച ഭട്ടതിരി എന്റെ ഇല്ലം കൗണയാറിന്റെ വടക്കേക്കരയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇല്ലം തെക്കേക്കരയിലാണുള്ളത് എന്ന് അവിടെയുള്ള പലർക്കും ഉറപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയിലാണെന്ന് വാദിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞിട്ടും എന്റെ ഇല്ലം വടക്കേക്കരയിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് നിന്നപ്പോൾ വിവരം സാമൂതിരിപ്പാട് തിരുമനസ്സുകൊണ്ട് അറിയുകയും
അവിടുന്ന് ഒരു തീർച്ച നിശ്ചയിക്കുകയും ചെയ്തു. തൽക്കാലം ഭട്ടതിരിയുടെ താനം ചാർത്തുകയും കിഴി കൊടുക്കുകയും ചെയ്യുകയും ഇവിടെ നിന്ന് ഒരാളെ അയച്ച് ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയിലാണോ വടക്കേക്കരയിലാണോ എന്ന് നോക്കി തിട്ടം വരുത്തുകയും പോകുന്നയാൾ തിരിച്ചു വരുന്നവരെ ഭട്ടതിരിയെ ഇവിടെ താമസിപ്പിക്കുകയും ഭട്ടതിരി പറഞ്ഞതാണ് സത്യമെങ്കിൽ അദ്ദേഹത്തെ സബഹുമാനം വിട്ടയക്കുകയും ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതല്ല, വ്യാജമാണെങ്കിൽ ഏൽപ്പിച്ചതൊക്കെ തിരികെ വെച്ച് യഥായോഗ്യം ശിക്ഷയും സ്വീകരിക്കണം എന്നായിരുന്നു കൽപ്പന. ഇത് ഭട്ടതിരി ഉൾപ്പെടെ എല്ലാവരും സമ്മതിച്ചു. കൽപ്പന പ്രകാരം കോഴിക്കോട് നിന്ന് അയച്ചയാൾ വന്നു നോക്കിയപ്പോൾ ഭട്ടതിരിയുടെ ഇല്ലം വടക്കേക്കരയിൽ ഇരിക്കുന്നതും കവണയാറ് തെക്കേ പുറത്തുകൂടി പ്രവഹിക്കുന്നതും കണ്ടു. ഈ വിവരം അറിഞ്ഞ സാമൂതിരി തിരുമനസ് ഭട്ടതിരിയെ മുൻപാകെ വരുത്തുകയും ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് ബഹുമാനിക്കുകയും ചെയ്തു. ഇന്നും സൂര്യകാലടി മനയിൽ നമുക്കെത്തിയാൽ കാണാം കവണയാറ് തെക്കുവശത്തുകൂടി പ്രവഹിക്കുന്ന ആ കാഴ്ച. ഭട്ടതിരിക്ക് അപമാനമുണ്ടാകാതിരിക്കുവാനായി ഗണപതി തന്റെ ഒറ്റ കൊമ്പുകൊണ്ട് കുത്തി ആറിനെ തിരിച്ച് ഭട്ടതിരിയുടെ ഇല്ലത്തിന് തെക്കേ പുറത്തേക്കാക്കി വിടുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. സൂര്യകാലടി മനയിൽ സൂര്യൻ ഇന്നും അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ, ഗണപതി പ്രത്യക്ഷഭാവത്തിൽ ഏവരെയും അനുഗ്രഹിക്കുമ്പോൾ, ഇല്ലത്തിന് പുറകിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഉയരമുള്ള കരിമ്പനയിൽ യക്ഷീസങ്കല്പങ്ങളെല്ലാം തിന്മകളൊഴിഞ്ഞ് നന്മയിലേക്ക് ആവാഹിക്കപ്പെടുമ്പോൾ സൂര്യകാലടി മന കേരളത്തിന്റെ ഒരു പൈതൃകമാകുന്നു. ഈ പൈതൃക കാഴ്ചകളിലേക്ക് കഥകൾ കേൾക്കുവാൻ ഇഷ്ടമുള്ളവർ, കഥകൾ അറിഞ്ഞു വളർന്നവർ വീണ്ടും വീണ്ടും എത്തിച്ചേരുന്നു. ആദിത്യൻ അനുഗ്രഹം ചൊരിയുകയും വിനായകൻ ചൈതന്യമാവുകയും ചെയ്യുന്ന സൂര്യകാലടിമന, കേരളീയമായ വിശ്വാസങ്ങൾ, കേരളീയമായ ചൈതന്യങ്ങൾ എടുത്തു പറയാവുന്നൊരു കാഴ്ച തന്നെയാണ്. ആ കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാനായത്. തൃശ്ശൂരിലെ തരണനെല്ലൂരുമായി ചേർന്ന് നിൽക്കുന്ന മന കണ്ടതിനോടൊപ്പം തന്നെ ഈ മനയും പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നിരവധി മനകൾ നമ്മുടെ ഈ ദേശമാകെയുണ്ട്. അതിൽ തന്നെ പല മനകളിലേക്കും ഇല്ലങ്ങളിലേക്കും തറവാടുകളിലേക്കും നമുക്ക് ചെല്ലാനായിട്ടുണ്ട്. മങ്ങാട്ട് മന, ദേശമംഗലം മന, കവളപ്പാറ സ്വരൂപത്തിൻ്റെ കൊട്ടാരം, ഇതെല്ലാം അതിന് ചേർന്ന് നിൽക്കുന്ന കാഴ്ചകളാണ്. എന്നാൽ ഇതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രത്തെ ഇതുമായി ബന്ധിപ്പിക്കുകയാണ്. മനകളും ഗൃഹങ്ങളും അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങളും ഉണ്ടായി വന്നൊരു കാലഘട്ടം, അതിൻ്റെ ചരിത്രവും ഒക്കെ നാം പറയുമ്പോൾ അതിനും മുന്നേ ഉള്ള ചരിത്രം, അതായത് ഈ കൊട്ടാരങ്ങളും ഗൃഹങ്ങളും മനകളും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ആരാധനാ രീതിയായിരുന്നു കൊട്ടിയൂരുള്ളത്. അതുകൊണ്ടാണ് അതിന് പഴമ നമുക്ക് ഇത്രയേറെ അവകാശപ്പെടുവാനാകുന്നത്. അതുപോലെ തന്നെ പഴമകൾ അവകാശപ്പെടുവാനാകുന്ന ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ കേരള ഭൂമിയിലെ പല പ്രദേശങ്ങളിലുമുണ്ട്. 1000 അല്ലെങ്കിൽ 1500 വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിനും മുന്നേ ഉള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്ന് നമുക്ക് അറിയണമെങ്കിൽ വനത്തിനുള്ളിലേക്ക് തന്നെ കടക്കണം. ഇന്നും പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. പാലക്കാട് മേഖലയിലെ അത്തപ്പാടിക്ക് ഉള്ളിലേക്കുള്ള വനപ്രദേശങ്ങളിലും നെല്ലിയാമ്പതിയിലുമൊക്കെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പിന്തുടർന്നുകൊണ്ട് പുറം ലോകത്തെ മനുഷ്യരുമായി അല്ലെങ്കിൽ ആധുനികതയുമായി ബന്ധം വരുത്തുവാൻ ആഗ്രഹിക്കാത്ത ആദിവാസി സമൂഹം, അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഏറ്റവും പഴക്കം ചെന്നത്. അതായത് അത് മനുഷ്യകുലത്തിൻ്റെ പരിണാമത്തിൻ്റെ കാലത്തെയാണ് പറയുന്നത്. എത്ര പരിണാമങ്ങളിലൂടെ നാം കടന്നുപോയാൽ, എത്ര ആധുനികത നമ്മെ വന്ന് സ്പർശിച്ചാലും ഈ കാടും ആ കാടിലൂടെ ഒഴുകിയ പുഴയും ആ പുഴയുടെ തീരത്തുണ്ടായിരുന്ന മരങ്ങളും ആ മരത്തിനു ചുവട്ടിലെ ശിലകളിൽ ചൈതന്യമായി നിന്നിരുന്ന ദൈവസാന്നിധ്യങ്ങളും നമ്മെ വിട്ട് ഒരു കാലത്തും പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സഞ്ചാരങ്ങളിലെല്ലാം എപ്പോഴൊക്കെ പുഴയെ കാണുന്നുവോ, എപ്പോഴൊക്കെ മലയെ കാണുന്നുവോ, മരത്തെ കാണുന്നുവോ, അപ്പോഴൊക്കെ ഇരു കൈകളും കൂപ്പി വന്ദിക്കാൻ നമുക്കാകണം. നമുക്ക് മാത്രമായാൽ പോരാ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുകയും എന്തുകൊണ്ട് യക്ഷിയെ ആവാഹിച്ച് കരിമ്പനയ്ക്ക് മുകളിൽ വെക്കുന്നുവെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനാകണം. കാരണം കരിമ്പന പോലെ ഒറ്റത്തടിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് മാത്രമേ ഭൂമിയിലെ നന്മകളെ ഭൂമിയിലേക്ക് എത്തിച്ചു തരുവാനും മറ്റുള്ള തിന്മകളെ, അതായത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ തിന്മകളെ അതിൻ്റെ തലപ്പത്തേക്ക് ഉയർത്തിപ്പിടിക്കുവാനും ആവുകയുള്ളൂ. അതുകൊണ്ടാണ് യക്ഷി സങ്കല്പങ്ങളെല്ലാം കരിമ്പനകൾക്ക് മുകളിലാണ് എന്ന് പറയുന്നത്. ആ വിടർന്നു നിൽക്കുന്ന ഭാവം, അതായത് ഒരു കരിമ്പനയുടെ ഭാവം ഒരു സ്ത്രീയുടെ രൂപവുമായി സാമ്യം തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊരു അഭിപ്രായമുണ്ട് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാനാകും. മണ്ണിൻ്റെ നന്മകളെല്ലാം വലിച്ചെടുത്ത് ഉയരത്തിലേക്ക്, ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് തെങ്ങുകളും കവുങ്ങുകളും അതുപോലെ തന്നെ കരിമ്പനകളും.
നന്മയുള്ള വിശ്വാസങ്ങളെ വളർത്തിയെടുത്ത് യക്ഷീ സങ്കല്പങ്ങളെ തിന്മയുള്ളവരിൽ നിന്ന് പിന്നെ നന്മകളാക്കി ദൈവീഭാവങ്ങളാക്കി മാറ്റുന്ന വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യക്ഷിക്കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ യക്ഷികളെ തോൽപ്പിച്ച യക്ഷികളെ പരാജയപ്പെടുത്തിയ മന്ത്രവാദികളുടെയും ഈശ്വര സാന്നിധ്യങ്ങളുടെയും ദൈവീഭാവങ്ങളുടെയും കൂടി കഥകൾ പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ മനസ്സിൽ നടക്കുന്ന ദേവാസുര യുദ്ധത്തിൽ ദേവന് അല്ലെങ്കിൽ നന്മയ്ക്ക് എപ്പോഴും വിജയിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉദയാമൃതത്തിൻ്റെ യാത്ര ഇങ്ങനെ തന്നെ നമുക്ക് തുടരാം. നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ ഭാരതഭൂമിയുടെ ആകെ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആകെ നന്മകളെ അറിഞ്ഞുകൊണ്ട് ഓരോ പുഴയെയും ഓരോ മലയെയും മരങ്ങളെയും വന്ദിച്ചുകൊണ്ട് കാടിനുള്ളിൽ സ്വസ്തിയും നമ്മുടെ എല്ലാ ചൈതന്യ രഹസ്യങ്ങളെയും അറിഞ്ഞുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. ഏതായാലും ഈ ദിവസം എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.